സന്തോഷമായി, വളരെ ഉപകാരം. അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങോട്ട് പോകും. അപ്പൊ ഇങ്ങനെ വരുന്ന ആനയെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരിക, ഈ വരുന്ന ആനയല്ലേ? രാവിലെ ഇങ്ങോട്ട് പോകുന്നത് തിരിച്ച് കയറി പോകുന്നതായിരിക്കും അല്ലേ? അത് നേരെ ഇങ്ങനെ പോകും. രണ്ടും രണ്ട് വഴിയല്ലേ? ഇന്ന് എൻവയോൺമെന്റ് കേട്ടോ, ജൂൺ 5 ഫാം ഗാർഡ് നടും. നമ്മൾ ഫാം ഗാർഡ് നടുക കേട്ടോ. ഒത്തിരി മുളച്ച് തരട്ടെ. എല്ലാരും മരം നടുമ്പോ ഞങ്ങള് ആനയെ ഓടിക്കാനുള്ള സാധനം നടുക കേട്ടോ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആർളം ഫാമിലെ കോട്ടപ്പാറ ബ്ലോക്ക് 10 പ്രദേശത്താണ്. കഴിഞ്ഞ 1-2-3 എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ രമേശേട്ടൻ്റെ വീട്ടിൽ വന്നതും അന്ന് നമ്മൾ ഇവിടെ അലാം സിസ്റ്റം വെക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇന്നാണ് ആ ഒരു ദിവസം. നമ്മളിന്ന് അത് പിടിപ്പിക്കാനായിട്ട് പോവാണ്. ജിഷോയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജിഷോയിനെയും കൂട്ടി വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് അലാം സിസ്റ്റം പിടിപ്പിക്കുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, അമേരിക്ക എന്നുള്ള ഒരു മേഴ്സി എന്ന് പറഞ്ഞൊരു ചേച്ചി നമുക്ക് ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് കട്ടിലും ടേബിളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ അലാം സിസ്റ്റവും ആ ചേച്ചി തന്നെയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം USA എന്നുള്ള മേഴ്സി എന്ന് പറഞ്ഞ ആ ചേച്ചിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേട്ടോ. 2 അലാം സിസ്റ്റവും ടേബിള്, കട്ടിൽ, ബെഡ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം. അപ്പോൾ ഏതായാലും ചേച്ചിക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അലാം സിസ്റ്റം പിടിപ്പിക്കുന്ന ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ഇങ്ങോട്ട് വന്നില്ല, അങ്ങനെയാണോ? പത്ത് പേർക്ക് കൈ കുറച്ചിട്ടേ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നില്ല. ഇത് ഫുള്ളാണ്. ഇത് എപ്പോഴും ഉള്ള സമയം. ഞാൻ ചുറ്റുപാട് നോക്കിയിട്ട് കൊണ്ട് പറ്റുള്ളൂ. ഇത് പുല്ലുണ്ടെങ്കിൽ ഒരു ഫാം എത്ര പശുവിനെ നോക്കാൻ മതിയോ? ഒരാൾ ഇങ്ങനെ പശുവിന് എത്ര വരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് പശുവിനെ പഠിച്ചു കൊടുക്കാം. എത്ര പശുവിനൊക്കെ നല്ല പൈസയാവും. കറവുള്ള പശു വേണ്ടേ? എന്നാ കറയാവട്ടെ അല്ലേ? അപ്പോൾ നമ്മളങ്ങനെ ഇന്ന് കോട്ടപ്പാറ എത്തിയിരിക്കുകയാണ്. പിന്നത്തെ പരിപാടി നമ്മുടെ വിഷയ വന്നിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റമായിട്ട് അലാം സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിന്ന് 2 ഇവിടെ പിടിപ്പിക്കുകയാണ്. ഒരെണ്ണം നമ്മൾ നമ്മുടെ അങ്ങ് മുകളിലുള്ള തങ്കഞ്ചാൻ്റെ വീടിൻ്റെ അവിടെയും പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഏതായാലും നമുക്ക് വിഷയ് എപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന്? രാവിലെ വെളുപ്പിന് ഇറങ്ങിയില്ലേ? വെളുപ്പിന് 4 മണിയായപ്പോൾ ഇറങ്ങിയാണ്. ഇപ്പോൾ ഏതായാലും 10-12 മണിയായി. ഇന്ന് തന്നെ നമ്മുടെ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവർക്കുള്ള കട്ടിലും മറ്റു സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഈ കൂടെ ഇറക്കാം. തീർച്ചയായിട്ടും ഈ ഫുള്ള് ആനയുള്ള സ്ഥലം കേട്ടോ. ചുറ്റും നല്ല നോക്കിയിട്ട് എൻ്റെ മെഷീൻ ഇന്ന് ഭയങ്കര പ്രവർത്തനമായിരിക്കും. ഓഫാകാൻ സമയം ഉണ്ടാവില്ല. ആ വീട്ടിലെ ആളില്ലേ അല്ലേ? ഏതാ അതൊക്കെ എല്ലാവരും ഒഴിവായി പോയതാണേ. കംപ്ലീറ്റ് ആൾക്കാർ ഒഴിവായി പോയതാ. ഇവര് ഒറ്റ വീട്ടുകാരുള്ളൂ. കണ്ടോ ആ വീടുണ്ടോ? ആ വീട് കണ്ടോ? ആ വീടിന്റെ ഭിത്തി ഉണ്ടോ? അത് വേണ്ടത് അത് ആന വിളിച്ചാ. എൻ്റെ അത്രേ ഉള്ളൂ ഭിത്തിയൊക്കെ.
കൺസ്ട്രക്ഷൻ വർക്കായി കോൺട്രാക്ട് വർക്കാവൂലേ? എന്താണേലും പണിത് വെച്ചേക്കുന്നത് ഇങ്ങനെയാ. കണ്ടോ ഇതിലൊക്കെ എന്തോരം വീടുണ്ട്. ആനവതിലെ പണിയാട്ടോ അവിടെയാണ് നടക്കുന്നത്. കഴിഞ്ഞ് കിട്ടിയ രക്ഷപ്പെട്ടു. കഴിഞ്ഞാൽ സമാധാനമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ട് പോവാട്ടോ. ഇനിയിപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഇവർക്കുള്ള കട്ടിലും മറ്റ് സാധനങ്ങളൊക്കെ വരും. കട്ടിൽ, ടേബിൾ അങ്ങനെയുള്ള സാധനമൊക്കെ ഓൾറെഡി മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം കടക്കാരെ അവിടെ നിന്ന് കയറ്റി വിടുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മളതും ഈ എപ്പിസോഡിൽ കാണുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആന ഓടിക്കണ്ടേ? ആന ഓടിക്കാനുള്ള സാധനം കൊണ്ടാണ് വന്നേക്കുന്നത്. എന്തി എല്ലാവരും എന്തി ആണോ? ഞാൻ രാവിലെ വിളിച്ചപ്പോൾ ഫോണിന് പൈസ ഇല്ല. ഞാൻ ഞാൻ പൈസ കയറ്റിയിട്ടുണ്ട്. ഞാൻ പൈസ കയറ്റി, പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ വിളിച്ചപ്പോൾ ഇൻകമിങ് ഇല്ലയെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ പിന്നെ എന്നിട്ട് എന്ത് ചെയ്ത് റീചാർജ് ചെയ്ത് 1 മാസത്തേക്ക് റീചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ചാർജ് ഇല്ലായിരുന്നു അല്ലേ? അതൊന്ന് പറയണമല്ലോ. ഇനി ഓർക്കാണ്ട് ചാർജ് ചെയ്യുമോ? ഇല്ലായിരിക്കും അല്ലേ? ഇല്ല. ചെയ്തിട്ടുണ്ട് കേട്ടോ. മഴയും തുടങ്ങി കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അതോ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വരികയാന? അതായത് ഈ വഴിയല്ല. നേരെ ഈ വഴി ഇതിലേയും വരും. പിന്നെ അങ്ങ് മോളിലുണ്ട്. ആ മോളിലത്തെ ഒരു വഴിയുണ്ട്, അതിൽ വരും. 2 വഴി കൂടെ വരുന്നത് സ്ഥിരം. ഇങ്ങനെ ഇറങ്ങി വരില്ലല്ലോ? ഇല്ല, ഇങ്ങനെ ഇറങ്ങി വരില്ല. അവിടെ നിന്ന് വരും. അതായത് ഈ വീടിന്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ വരും. ഓക്കെ. പിന്നെ അതല്ലെങ്കിൽ വേറെ വഴി ഏതാണ്? ഇങ്ങനെ പറഞ്ഞില്ലേ? അതെവിടെ? അങ്ങോട്ട് പോകും. അപ്പൊ ഇങ്ങനെ വരുന്ന ആനയെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരിക. ഈ വരുന്ന ആനയല്ലേ? രാവിലെ ഇങ്ങോട്ട് പോകുന്നത് തിരിച്ച് കയറി പോകുന്നതായിരിക്കും അല്ലേ? അത് നേരെ ഇങ്ങനെ പോകും. രണ്ടും 2 വഴിയല്ലേ? ചേട്ടൻ്റെ മുറ്റത്തേക്കൊക്കെ വന്നത് എവിടെയാ? അതാ എനിക്കറിയണ്ടേ. മുറ്റത്തേക്ക് വന്നത് പിന്നെ ഇതിലെ കൂടിയാ വരുന്നത്. ഇതിലെന്നെ വരും. ഇതിലെ തന്നെ വരും. ഏതിലെ? ഇതിലെന്നെ വരും. ഈ വഴിക്ക് തന്നെയാ? ഇതിലെ തന്നെ വരും. ഇങ്ങോട്ട് വരും. അത് ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ കയറും. അതൊക്കെ ചാന കെട്ടിപ്പോ എടാ അതോ ഇങ്ങോട്ട് വാ. അത് ഞാൻ കണ്ടു. അത് കണ്ടല്ലേ ബാഗ് വെച്ചേക്കുന്ന സ്ഥലം. ബാഗ് വെച്ചതാ. ഓ, അപ്പൊ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടും പോവല്ലേ? കമ്പ് പിടിച്ചിട്ട് അങ്ങ് വെച്ചാലോടാ, മരത്തെ വെക്കാതെ. അപ്പൊ ഫുള്ള് കിട്ടും. അല്ലെങ്കിൽ ഈ വട്ടയാക്കിയാലോ? ഈ വട്ടയാക്കി എത്ര ഏരിയ കിട്ടൂല. ഇങ്ങോട്ട് വരുന്ന ഇവിടെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ കയറി വന്നാല് അവിടെ എന്താ ചെയ്യാ? അതാണ് ഞാൻ ആലോചിക്കണേ. ഏറ്റവും നല്ല സ്ഥലല്ലേ ഈ വീടിന്റെ ഫ്രണ്ട്? ആ തേക്ക് അല്ലെങ്കിൽ ആ വീടിന്റെ ഫ്രണ്ട്. ഇത്ര ഏരിയ ആയില്ലേ? ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിലെ ബോംബൾ അടിക്കൂലേ? ഈ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചാല് ആ ഭാഗം അങ്ങോട്ട് ഒഴിവായി കിട്ടും. പക്ഷെ അപ്പൊ ഈ ഭാഗം എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. അല്ല, ഇവിടെ ഈ വട്ട ഉണ്ടല്ലോ. ഇവിടെ വെക്കാം. ഇവിടെ എത്ര ദൂരം കിട്ടും? ഇവിടെ വെച്ചാല് ഇവിടെ വരെ കിട്ടുമോ? അതൊക്കെ കിട്ടും. ഇവിടെ വെച്ചാൽ പിന്നെ എങ്ങോട്ടും വരില്ല. ഈ റൂട്ട് ഫുള്ളായി ബ്ലോക്ക് ആവും. പക്ഷെ അപ്പൊ ആന അങ്ങനെ കയറി വരും. ചേട്ടാ ആന ഇങ്ങനെ തിരിച്ചു പോവോ? ഇതിലെ വരൂല, അതിലെന്നെ തിരിച്ചു പോകും. ഇങ്ങനെ വരില്ലല്ലോ? ഇങ്ങനെ വരില്ല, അതിലെ ഇങ്ങനെ വരും. അപ്പൊ ഈ വന്നത് ഇതിലൂടെ വന്നതാ. ഒരു തവണ വന്നിട്ടുള്ളൂ? ഒരു തവണ വന്നിട്ടുള്ളൂ. മെയിൻ വഴി അത് തന്നെയാണ്. മെയിൻ വഴി അത് തന്നെ. അപ്പൊ ആ വട്ട പിടിക്കടാ. ആ മരം അല്ലേ? അല്ലെങ്കിൽ ആ വീടിന്റെ ഫ്രണ്ട്. അവിടെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ അടിയായിരിക്കും കേട്ടോ. അവിടെ മറ്റേ ഇതുണ്ട്, മലാനുണ്ട്. മലാൻ ശീതം 2 ദിവസം ചേട്ടന് സുഖം ഉണ്ടാവില്ല. പക്ഷെ ചേട്ടന് കാണാം ലൈറ്റ് അടിക്കുന്നത്. വെളിച്ചമുള്ളതുകൊണ്ടല്ലേ? ഈ ഭാഗം മുഴുവൻ ഇങ്ങനെ. കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു മലാൻ ഇവിടെ നിന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. ആ വണ്ടി കയറുന്ന ഈ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഒച്ച വരും. ഈ മറ്റേ വലിയ വണ്ടിയുടെ ഹോൺ അടിക്കുന്ന മാതിരി വരും. ഞാൻ വിചാരിച്ചത് വണ്ടി ഹോൺ അടിച്ചാണെന്ന്. ഈ സാധനത്തിന്റെ കാര്യം സിഗ്നൽ കൊടുക്കുന്ന സാമ്പാർ ഡിയർ. അതാണ് മലാൻ എന്ന് പറയാം, സാമ്പാർ ഡിയർ. അങ്ങോട്ട് എങ്ങനെ ഇറങ്ങേട്ടാ? അങ്ങനെ നേരെ അങ്ങോട്ട് പോകും. എടാ ആ മോളിൽ കാണുന്നില്ലേ? അവിടെയാണ് ആ അനീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട് അല്ലേ? അവിടെ അല്ലേ? അവിടെ നമുക്ക് അപ്പുറം അവിടെ നോക്കിയെന്നാ കാണാം അവരുടെ വീട്. അവിടെ നിന്നാ കാണാം. അതായത് അവിടെ നിന്ന് ആന ഇങ്ങനെ ഇറങ്ങി വന്നേ അല്ലേ? മോഴാന ഈ വഴിക്ക് ഇറങ്ങി വന്നേ. അന്ന് പുള്ളിയെ കൊന്നിട്ട് ഇതിലെ എങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നേ. ആ വരവ് നിങ്ങൾ കണ്ടായിരുന്നു? ആന അതിൽ തന്നെ വന്നിട്ട് അവിടെയായിരുന്നു. പോർച്ചുകാർ വന്നിട്ട് ഓടിച്ച് വിടുക ചെയ്തു. ആണല്ലേ? അന്ന് നിങ്ങൾ രാവിലെ കണ്ടായിരുന്നല്ലേ? കണ്ടായിരുന്നു. ഓഹോ.
ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ടല്ലേ രണ്ടെണ്ണം വെച്ചാല് നമ്മൾ എവിടെയൊക്കെ കൊണ്ട് വെക്കും. കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാലേ ആന തിരിച്ചു പോകുമ്പോ അവിടെ നിന്ന് തിരിഞ്ഞാൽ ചിലപ്പോ ഇങ്ങോട്ടെങ്ങാനും കയറും. എവിടെ വെച്ചാലേ ആന ഇവിടെ നിന്ന് തിരിച്ചു പോണ ആന ഇതടിക്കും. ഇവിടെ നിന്ന് അടിച്ചാൽ ആന തിരിഞ്ഞോളൂ. ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കും. അല്ല ഒരിക്കലും അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല ആനക്ക്. പശു എന്തെങ്കിലും പശു ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇഷ്ടംപോലെ പറ്റിയ സ്ഥലം അത്. ആരൊക്കെ കമന്റിലൊക്കെ ചോദിക്കുന്നുണ്ട് പശുവിന് എത്ര ആവുന്നൊക്കെ. പശു ഉണ്ടെങ്കിൽ നല്ലതാ. കാരണം തീറ്റപ്പുല്ലും ഒരു ഇവിടെ എവിടെയെങ്കിലും കിട്ടും ചെയ്യാം. പിന്നെ പശുവിനെയും നല്ലതാ, ജീവിക്കാൻ ഒരു ഉപജീവന മാർഗ്ഗമാവും. ചേട്ടാ ഒരു മീഡിയം സൈസ് ഒരു പശുവിനെ മേടിച്ചു തന്നാൽ പോരെ? നിങ്ങൾ പുല്ല് കൊടുത്ത് എന്തായാലും ഒരു 4-5 മാസം കൊണ്ടൊക്കെ ആവുമല്ലോ അല്ലേ? അങ്ങനത്തെ പോരെ? ചെറിയൊരു പശുവിനെ, വലിയ പശുവിനൊക്കെ മേടിക്കുമ്പോൾ കറവുള്ള പശുവിന് ഭയങ്കര വില. വേണ്ട, കറവില്ലാത്ത നമുക്ക് നഷ്ടമാണ്. നോക്കി വളർത്തി നമുക്ക് നോക്കാം കേട്ടോ. നോക്കട്ടെ ആരെങ്കിലും വരുമോന്ന്. ആരൊക്കെയോ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ഈ വഴി ബ്ലോക്ക് ആവും. വഴി ബ്ലോക്കായി പോകൂലേ? പിന്നെ ഇവിടെ ആക്കിയാലോ? ഇവിടെ വെക്കാം. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് അല്ലല്ലോ? ഫോറസ്റ്റ് എന്നല്ല, മറ്റേതിന്റെ TRDMന്റെ സെറ്റിൽമെന്റ് ഏരിയ ആണ്. ഈ ഭാഗം വിഷം കട്ടായി പോകും. അല്ല നമുക്ക് 3 വെച്ച് നമ്മൾ 360 ഡിഗ്രി എത്തിക്കണമെങ്കിൽ നടക്കൂല. 2 വെച്ച് ഇതൊക്കെ നടക്കുള്ളൂ. ആ ചേട്ടൻ പറഞ്ഞ് ഇതിൽ വരുന്നില്ലെന്നാ. അല്ല ഒന്ന് ഇവിടെ നമുക്ക് തൽക്കാലം നട്ടാ. അതല്ലെങ്കിൽ ഇങ്ങോട്ടാക്കിയാലോ? ഈ മൂലിക്ക് 2 കുഴിച്ച് വെച്ചാൽ മതി, മരത്തെ വെക്കണ്ട. അതെ. അപ്പം എന്നാലും ശരിയാവുള്ളൂ. മരത്തെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. 2 വെച്ച് ഇത്രയല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാ. കുറച്ച് ആനയെ പേടിപ്പിക്കുന്ന ടീമാണ്. ഇവന്റെ പുറകെയാണ് ആന വന്നതെന്ന്. അതെ, ആന ഇവന്റെ പുറകെ വന്ന് മുറ്റം വരെ വന്ന് ഇവിടം വരെ വന്നെന്ന് പറഞ്ഞു. ആന വരുമ്പോ മിണ്ടാതിരിക്കും ഏറ്റവും ബുദ്ധി. പക്ഷെ അതിനാ ബുദ്ധി ഇല്ലല്ലോ, അതിന്റെ പ്രശ്നം. ആനയ്ക്ക് പറ്റങ്ങളുടെ സൗണ്ട് കേട്ടാലേ ഭയങ്കര കലിയാ. ഇങ്ങനെ എവിടെ വെക്കണ്ട? ഇവിടെ വെക്കാം അല്ലേ? ഇവിടെ വെക്കണം. ഇവിടെ ഇങ്ങോട്ട് കയറ്റണം. ഇവിടെ അത്രയും കയറ്റണ്ട. ഇച്ചിരി പൊക്കം ഉണ്ടെങ്കിലേ. വണ്ണം കുറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സാധനം ഇരിക്കണം. ഈ കമ്പ് ആവശ്യമുള്ളതാണോ? അത് വേണ്ട, അത് വേണമെങ്കിൽ എടുക്കാം. ഇത് 2 എടുക്കാൻ വേണമെങ്കിൽ ഇത് നിന്നോളൂ. 6 മാസത്തിലേ നിൽക്കുള്ളൂ. ഇത് ചെറു പിടിച്ച് പോലുള്ള അത് ഇരുകൊള്ളല്ല, അതിനെ നമ്മൾ ചെറിയ കയറുമൊന്നുമില്ല. അതങ്ങ് തുള്ളി പൊളിച്ച് കളയാം. ആണോ? നിന്നോളൂ അല്ലേ? അപ്പം ഇത് മതി. ഇരുകൊള്ളായോണ്ട് പോകില്ല. ഇത്തിരി ഹൈറ്റും ഉണ്ട്, വെയിറ്റും ഉണ്ട്. 2 വെക്കാം അല്ലേ? കിണറിന്റെ കാര്യം ഇങ്ങനെ ചർച്ചയിലാണ്, തീരുമാനമായില്ല. ഇന്നലെയൊക്കെ വന്നിട്ടുണ്ടോ ആന? മിക്കവാറും വരേണ്ടതാണ്, കാരണം ആന ഇവിടെ ഉണ്ടാവും. ആന ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഉണ്ട്. അപ്പൊ എന്തായാലും ഇറങ്ങും. അതെ. ഇന്നാ? അപ്പൊ ആന ഇന്ന് രാത്രി എന്തായാലും ഇന്ന് വന്ന് പറഞ്ഞിട്ട് പോയി. ആന അപ്പുറം ഉണ്ടെന്ന്. അല്ല തൽക്കാലം ഇവിടുത്തെ ഒരെണ്ണം അങ്ങ് ഫെയിലാട്ട്. ഏതെങ്കിലും ഒരെണ്ണം നടക്കട്ടെ. ഇവിടെ നമുക്ക് തീരുമാനിക്കാം. ഇവിടെ നടുക്കാക്കിയ അതേ ഇനി മുകളിലേക്ക് അങ്ങ് കൊണ്ടുപോകണം. ഇല്ല, ഇവിടെ ഫസ്റ്റ് ബ്ലോക്ക് ചെയ്യാം. ഈ മരം പോയതാ, ഉണങ്ങിപ്പോയതേ. ഉണങ്ങിപ്പോയ ഇവിടെ വെച്ചാൽ മതിയല്ലടാ. ഒന്ന് ഇവിടെ കൊടുക്കാം. അത് വഴിയാ, അവർ നടന്നു പോകുന്ന വഴിയാ. ഇവര് പോണ വഴിയാ? അല്ല, വഴി കുഴിക്കട്ടെ. അതിന്റെ ഇപ്പുറത്തോട്ട്. അല്ല, ഇപ്പുറം അവിടെയോ? ഓക്കെ. ആന അവിടെ നിന്ന് തിരിയട്ടെ. എങ്ങോട്ടാ പോണെന്ന്? അവിടെ ജനവാസ വീടുകൾ ആരെങ്കിലും ഉണ്ട് ആ ഭാഗത്ത്? അതില്ല, അവ അങ്ങ് അറ്റത്തുള്ളൂ. അങ്ങ് അപ്പം ദൂരെയൊക്കെ ഉള്ളൂ. ഈ ഭാഗത്തൊന്നുമില്ല, അടുത്തൊന്നുമില്ല. അത് ഇവിടെ നിന്ന് വന്നാൽ എനിക്ക് തോന്നുന്നത് എങ്ങനെയായാലും ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവും. ആന ഈ വഴി അങ്ങ് നിർത്തിക്കോളൂ ഇവിടെ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ. രാത്രി നോക്കണോ? നീ ഫ്രീ ആണ്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ റെഡിയാ. എന്തെങ്കിലും തയ്യാറായിട്ടോ ഇറങ്ങിയേക്കും. പിന്നെ കുഴപ്പമില്ല. രാത്രി കാഴ്ച രാത്രി ഒരു ദിവസം ഇവിടെ നിന്ന് നോക്കാനാട്ടോ പറയുന്നത്. ഇവിടുത്തെ രാത്രി കാഴ്ച വീട്ടിലേ ഒന്ന് പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, തിരിച്ചു വരാം. ഇപ്പോൾ കുഴപ്പമില്ല. ഇവിടുത്തെ രാത്രി കാഴ്ചകൾ എന്താന്നുള്ളതെന്ന് അറിയാം. അതെ. രാത്രികളിലത്തെ ഇവിടുത്തെ അവസ്ഥകളൊന്നും മനസ്സിലാക്കണം കേട്ടോ. അതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ പാടാണ്. അതെ. ഇവിടെ വെച്ച് കൊടുക്കാം. എവിടെ തീരുമാനിച്ചോ? അതിൽ തന്നെ വെച്ച് കൊടുക്കാം. അത് തന്നെ മതിയോ ചേട്ടാ? ഇവിടെ അവിടെ ഒന്നും കുഴി എടുത്തിട്ടില്ലല്ലോ. എവിടെ വെച്ചാൽ നീ പറഞ്ഞിടത്ത് വിളിച്ചു തരും. ഇവിടെ വെക്കാം പോരെ? ഫൈനല്. അത് എടുക്കി നമുക്ക് കുഴിക്കാം. ആ ചേട്ടാ, ഈ മരം ആവശ്യമില്ലാത്തല്ലേ? അത് ആവശ്യമില്ലാത്ത. അത് കളഞ്ഞാൽ മതി. അത് കശ്മാവിന്റെ അത് ഉണങ്ങിപ്പോയി. ഞാൻ കൃഷി അണ്ടിവാകിയിട്ട് മുള വരുന്നുണ്ട്. ഇല്ല അത് പിടിക്കൂല. പോയതാ. എന്താ അല്ലേ നാളെ അതുണ്ട്, കുഴപ്പമില്ല. ഇത് മതി. അടുത്ത് കുളിക്കാതെ നല്ലേ.
ഇച്ചിരി കൂടെ താത്തണം എന്ന് എനിക്ക് തോന്നുന്നു. ആഴ വേണം. ഇളകി മണ്ണല്ലേ? നല്ല മണ്ണാ. എല്ലാം എന്ത് വെച്ചാലും ഉണ്ടാവും. നല്ല മണ്ണാണ്, എന്ത് വെച്ചാലും ഉണ്ടാവും. ജൂൺ 5 ഇന്ന് എൻവയോൺമെന്റ് കേട്ടോ. അതെ, ജൂൺ 5 ഫാം ഗാർഡ് നടുന്നു. നമ്മൾ ഫാം ഗാർഡ് നടുക കേട്ടോ. ഒത്തിരി മുളച്ച് വരട്ടെ. എല്ലാവരും മരം നടുമ്പോൾ ഞങ്ങൾ ആനയെ ഓടിക്കാനുള്ള സാധനം നടുക കേട്ടോ. ഇത് ഫാം ഗാർഡും പാൻറ്റും ഇതിൽ വെച്ച് കെട്ടാം. വണ്ണം കൂടുതലാ, വണ്ണം കുറഞ്ഞാടാ നല്ലത്. വണ്ണം ഉണ്ടായിക്കോട്ടെ, പെട്ടെന്ന് പോവില്ലല്ലോ. അതൊന്നും ആവില്ല, മതിയില്ല, ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും. ആന മതിൽ കണ്ടോ നീ? അതിലൊക്കെ ആന ക്രോസ് ചെയ്ത് പണിയും കഴിഞ്ഞാൽ പണി നടക്കുന്ന അതിൽ ആന കഴിഞ്ഞ ദിവസമൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതെ, വെച്ചാൽ പോരാ. ധാരാളം ആന ഇരിക്കാനുള്ള കവറാട്ടോ. ഇതൊന്നും താങ്ങ, ഇതൊന്നും പിടിച്ചില്ലേ? ആദ്യത്തെ അലാം സിസ്റ്റം ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു കമ്പിൽ പിടിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ അലാം സോളാർ പാനലും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ പിന്നെ അത് അങ്ങോട്ട് കയറ്റി വെക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ഇത്രയും ഏരിയ കവർ ചെയ്ത് കിട്ടാൻ പാകത്തിന് നമ്മൾ ഏകദേശം ഇതിൻ്റെ നടുഭാഗത്തായിട്ടാണ് വെക്കുന്നത് കേട്ടോ. കട്ടിലും മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. ഏതായാലും വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ ഓട്ടോക്കാരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു ഡൗട്ട്, ഇതിലെ വണ്ടി പോകുമോ എന്നുള്ളത് കേട്ടോ. അങ്ങനെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് റോഡ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാർ കൊണ്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞ് ഏതായാലും അവർ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ടേബിളുമായിട്ടുള്ള സ്റ്റൂളാട്ടോ. നോക്കണേ, ഇത് പോയാൽ പോയി. ആ ഷീറ്റ് ഇട്ട് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ അങ്ങനെ തട്ടിയാൽ ആ സൈഡും വരി, ആ സൈഡും കയറ്റി ഷീറ്റ് പൊക്കിയിട്ട് കമ്പിയുടെ മുകളിലേക്ക്. ഇനി പതുക്കെ മൊത്തത്തിൽ വെക്കും. പിന്നെ ആയിട്ടില്ല, പിടിച്ചല്ലോ, ഞാൻ പിടിച്ചിട്ടില്ല. അറിയരുത്, കുഞ്ഞിപ്പോലെ രണ്ടാൾ മതി. ടേബിളിൻ്റെ പുറത്ത് വെക്കാനുള്ള ചില്ലാണ് കേട്ടോ, ഗ്ലാസ്. ബെഡിനായിട്ടുള്ള പില്ലാണ് കേട്ടോ. അവിടെ പൊക്കണേ. നേരത്തെ പോലെ തന്നെ കാല് കയറ്റിയിട്ടേ ചെരിച്ചിട്ട് ഒരു സൈഡ് ചെരിച്ചൊക്കെ കയറ്റിയാൽ ഇനി ചെരിക്കും, ഇനി ചെരിക്കും. മുറിയിലോട്ട് കയറ്റി വെച്ചോ, ആ റൂമിലോട്ട് വെച്ചോ. ഇതിലിങ്ങനെ വെക്കത്തില്ല, ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെച്ചോ. എന്നിട്ട് ഇച്ചിരി നീക്കിയാൽ മതി. ഹലോ, കട്ടിലല്ല, അത് മറ്റേ കട്ടയിൽ പലക വെച്ചേക്കുന്ന ഇവിടെ വെച്ചാൽ മതിനാ. അതിനകത്ത് പോകുന്നില്ല ഡോറ്. തൽക്കാലം ഇതിനകത്ത് വെക്കുമ്പോഴേ എന്നിട്ട് പിന്നെ എടുത്ത് മാറ്റണം.
അത് ഇച്ചിരി അത് തിരിച്ച് ഇങ്ങോട്ട് ആക്കിയാൽ മതിരാ. അതെ ഇങ്ങോട്ട് തിരിച്ചാൽ മതി. വേണ്ട അല്ല അതെന്താ ഉറുമ്പ് അതെന്ത് എന്തിനാ വന്നത്? അരിയോ? ഇത് മറ്റേ ചോനല്ലേ? ആയും കടിക്കുകയില്ല. ഇക്കളെടുക്കും നിറച്ച് പോയിട്ടോ ഉറുമ്പ്. ഉറുമ്പ് കയറിയിട്ട് അവർ സാധനങ്ങളൊക്കെ ഈ ഒരു പലക കഷ്ണത്തിലാണ് വെച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് മൊത്തം ഉറുമ്പ് കയറിയതാട്ടോ കണ്ടേ. ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോവും. കുറച്ച് ഉറുമ്പുപൊടി ഉണ്ടോ? ഉറുമ്പുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു വർഷം കാർബോർഡ് വെക്കുന്ന കേട്ടോ, നേരിട്ട് നനവ് തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്. അതെ അതെ അതെ. നനഞ്ഞ ഭാഗം പുറത്ത് തുടച്ചിട്ട് മറിച്ചിടാം അല്ലേ? ചകിരിയാണോ മുകളിലുള്ളത്? തൊട്ട് നോക്കണം. ചകിരിയാണോ മുകളിൽ? സ്പോഞ്ചാണോ? സ്പോഞ്ച് കൊണ്ടുപോട്ടെ. ഓക്കെ. അപ്പം നമ്മുടെ കട്ടിലും അതുപോലെ തന്നെ ടേബിളും നമ്മൾ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ബെഡൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ഉറുമ്പിനെയൊക്കെ അകറ്റിയതിന് ശേഷം കവർ ഊരിയാൽ മതി എന്ന് പറഞ്ഞേക്കുവാണ്. ഇതിലായിരുന്നു കേട്ടോ ഇവർ ഈ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് നിലത്താണ് ഇവർ കിടന്നുകൊണ്ടിരുന്നത്. അതിൽ നമ്മളിപ്പോൾ കട്ടിലും ബെഡും ടേബിളും ഒക്കെ കൊണ്ട് എത്തിച്ചിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ഇത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മലാൻ പോകുന്നുണ്ട്. മലാൻ സാമ്പാർ ഡിയർ. നിർത്താതെ കരഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് ഇവിടെ പിടിച്ചോട്ടെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ അലാം സിസ്റ്റം ഇവിടെ വെച്ച് കഴിഞ്ഞു. ആദ്യത്തത് ഇതാ അവിടെയും വെച്ച് കഴിഞ്ഞു കേട്ടോ. നമുക്ക് കാണാം. ഏതായാലും രണ്ടെണ്ണം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനിയിപ്പോൾ ബാക്കി ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റായി കഴിഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ 2 ഡിവൈസ് ഇവിടെയും ഒന്ന് അവിടെയായിട്ട് വെച്ചു കേട്ടോ. ഒന്ന് വീടിൻ്റെ ആ ഒരു കോർണറിലാണ്. അവിടെ ആന വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരെണ്ണം ഇവിടെ. 2 ഡിവൈസ് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ ബാക്കി നമ്മളിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു കേട്ടോ. രമേശേട്ടാ, എന്നിട്ട് എങ്ങനെയുണ്ട്? സന്തോഷമായോ? സന്തോഷമായി, വളരെ ഉപകാരം. അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഇപ്പോൾ ഇന്നത്തെ ഈ 2 അലാറം സിസ്റ്റത്തിനും ഈ കട്ടിലും നമ്മുടെ ടേബിളും കസേരയും ബെഡും എല്ലാം ചെയ്തേക്കുന്നത് അമേരിക്ക എന്നുള്ളൊരു മേഴ്സി എന്ന് പറഞ്ഞ ചേച്ചി കേട്ടോ. ആയിക്കോട്ടെ. അപ്പോൾ ആ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊക്കെ മേടിച്ച് തരണം എന്ന് പറഞ്ഞ് ചെയ്താട്ടോ. അപ്പോൾ ആ ചേച്ചിയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. ചേച്ചിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? ചേച്ചിയോട് നന്ദി പറയാണെന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എന്തായാലും നാട്ടിൽ വരുമ്പോൾ വരുമായിരിക്കും കേട്ടോ ഇങ്ങോട്ട്. ആയിക്കോട്ടെ, നമുക്ക് കാണാം. ചേച്ചി എന്തൊക്കെയുണ്ട്? സന്തോഷമായോ? നീ ഒന്ന് കട്ടിലേക്ക് കിടക്കാല്ലേ? പിന്നെ ഇപ്പം ആന വരുമ്പോൾ ഇത് അടിച്ചോളും കേട്ടോ.
അത്യാവശ്യം ഇത്രയും ഭാഗങ്ങളിൽ നിൽക്കാം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ. ഇപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാലും നോക്കുന്നുണ്ട്. ആയി കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഏതായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ എങ്ങനെ ഞാൻ വന്നായിരുന്നോ? ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ വന്നായിരുന്നു അല്ലേ? ഓഹോ. രാത്രി ഉണ്ടല്ലേ? അപ്പോൾ നിങ്ങളെങ്ങനെ അറിയാത്? ആ പട്ടി കുരയ്ക്കുമ്പോൾ ഞങ്ങൾ ലൈറ്റ് എടുത്ത് പുറത്ത് ഇതിങ്ങനെ പോകും ഇങ്ങനെ. പട്ടി കുരയ്ക്കുമ്പോൾ അറിയാം അല്ലേ? അപ്പം നമ്മളെ സഹായിക്കാൻ വന്ന ചേട്ടന് അവരാരാ? അവരെൻ്റെ മരുമക്കളാ. മരുമക്കളാ? അവർ വന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞു. അവരോട് താമസിക്കുന്നത് ആണല്ലേ? അവരോടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ അവർ പോയത് കണ്ടില്ല, ഞാനിവിടെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അവർ ഈ തോട്ടിൽ വേണം കുളിക്കാൻ വരാം, അതാ നേരത്തെ പോയത്. ആനയുള്ളതുകൊണ്ടല്ലേ? ഇവിടെ അവരും കുളിക്കാൻ വരുന്നേ? എല്ലാവരും ഇവിടെ അല്ലേ? നമുക്ക് നോക്കാം കേട്ടോ കിണറിന്റെ കാര്യം. ആയിക്കോട്ടെ. വെള്ളത്തിന്റെ കാര്യമൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. പുതിയ ഡിവൈസ് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഒരാൾക്ക് പിണക്കമായിട്ടോ. അവൻ്റെ പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു വിഷമം തോന്നുന്നു. പുള്ളിക്ക് വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഇതൊന്ന് കൊണ്ടേ വെക്കുന്നത്. അല്ലെങ്കിൽ ഇവനായിരുന്നു കുരച്ച് ഇവിടെ ഇവരെ അറിയിച്ചുകൊണ്ടിരുന്ന ആന വന്നു എന്നൊക്കെ. അപ്പോൾ പുതിയ ഡിവൈസ് വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വലിയ മൈൻഡില്ല കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നപ്പോൾ ഭയങ്കര മൈൻഡായിരുന്നു. ഇപ്പോൾ പുള്ളി വലിയ മൈൻഡാകുന്നില്ല. നോക്കുന്നുണ്ട്, പുള്ളിക്ക് മനസ്സിലാകുന്നുണ്ട് പുള്ളിയെക്കുറിച്ച് പറയുന്നതെന്ന്. അപ്പോൾ ഇതാണ് നമ്മളിന്നിവിടെ ചെയ്ത കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ, അതായത് അവർക്ക് വേണ്ട ബെഡ്, കട്ടിൽ, തലവണ, അതുപോലെ തന്നെ ടേബിള്, സ്റ്റൂള്, അതുപോലെ തന്നെ ഈ 2 അലാം സിസ്റ്റം, ഇതെല്ലാം സ്പോൺസർ ചെയ്തത് മേഴ്സി എന്ന് പറയുന്ന USA-ലുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചേച്ചി അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ അലാം സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ചേച്ചി ഇങ്ങോട്ടാണ് ഈ ടേബിളിൻ്റെയും കട്ടിലിൻ്റെയും കാര്യം പറഞ്ഞു കേട്ടോ. ഏതായാലും വളരെ സന്തോഷം ചേച്ചി അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പോൾ അവർക്കൊരു ഉപകാരമായി കേട്ടോ. ഏതായാലും ചേച്ചിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നമ്മൾ ഇങ്ങോട്ട് വരും. ഇനിയും നമ്മുടെ കറണ്ടിൻ്റെ കാര്യത്തിന് വേണ്ടി വരാനുണ്ട്, അതുപോലെ തന്നെ കിണറിൻ്റെ കാര്യം. അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇനിയും നമ്മളിങ്ങോട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഏതായാലും അലാം സിസ്റ്റം വെച്ചു. ഇനിയിപ്പോൾ ആനയുടെ ശല്യത്തിൽ അവർക്ക് ഇച്ചിരി ഒരു ആശ്വാസം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.